എൻ്റെ ഒരു വിഷൻ ഞാൻ പറയുക സാറിന് അവിടെ ഇഷ്ടംപോലെ സ്ക്രിപ്റ്റ് കാണാം ഹൗ യു പിക്ക് ഇറ്റ് ഞാൻ അത് കൊടുത്താണ് മാസം ഇപ്പം റെൻ്റ് അടയ്ക്കുന്നത്. അപ്പ് ഒരുപാട് സ്ക്രിപ്റ്റ് വരും. പക്ഷെ ഞാൻ സ്ക്രിപ്റ്റായിട്ട് ആദ്യം വാങ്ങിക്കാറില്ല. ബിക്കോസ് അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ചിലപ്പം ചിലത് ഒരേപോലെയൊക്കെ ഇരിക്കും. അപ്പം നമ്മൾ കോപ്പി ചെയ്ത് അത് പിള്ളേർക്കൊക്കെ ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഫ്രൈഡേയിൽ ഒരു 10 പേരെങ്കിലും വാക്ക് ഇൻ ചെയ്യാറുണ്ട്. എനിക്ക് മെസ്സേജ് ആയിട്ട് ഒരു 10 പേര് മിനിമം അയക്കാറുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റയിൽ വാട്സപ്പിലൊക്കെ അയക്കാറുണ്ട്. ഞാൻ ആരെയും കഴിവതും ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. എന്നിട്ട് എനിക്കൊരു നമ്പറുണ്ട്. ആ നമ്പറിൽ ഞാൻ പറയും ഈ നമ്പറിൽ സിനോപ്സിസ് എന്ന് എഴുതി ഒരു പേജിൽ കൂടുതൽ അല്ലെങ്കിൽ മാക്സിമം ഒരു പാരാണെങ്കിൽ അത്രയും നല്ലത് ഒരു പേജിൽ നമുക്ക് അയക്കും. അല്ല അവർ പറയും സാർ എനിക്ക് 1 മണിക്കൂർ ഇത് മേക്കിംഗ് ഫിലിമാണ്, അതിലൊന്നും ഞാൻ വീഴത്തില്ല. ഞാൻ പറയും മോനെ അതൊക്കെ എനിക്ക് മനസ്സിലാകും, പക്ഷെ ഒരു കഥയില്ലാത്ത സിനിമ എനിക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ മേക്കിംഗ് സിനിമയാണെങ്കിൽ എന്താണെങ്കിലും എനിക്ക് മനസ്സിലാവും. ഞാൻ കുറേ വർഷമായില്ലേ ഇൻഡസ്ട്രിയിൽ, അതുകൊണ്ട് ഞാൻ അറ്റ്ലീസ്റ്റ് എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ജസ്റ്റ് സെൻഡ് മീ എ 1 പേജർ ഓർ അറ്റ്ലീസ്റ്റ് അതിലും കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ഫ്ലൈറ്റിലോ കാറിലോ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇരിക്കുമ്പോൾ സിനോപ്സിസ് എന്ന് അടിക്കുമ്പോൾ ഇതിങ്ങനെ വരും. അപ്പം നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇരുന്ന് പടപടയെന്ന് വായിച്ചിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ അയക്കും. എന്നിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ 1 ലൈൻ തരാൻ പറയും. കാരണം അത് ഞാൻ ചെക്ക് ചെയ്യുന്നത് ഓക്കെ സംതിങ് ഡിഫറെൻ്റ് ആണോ, ഞാൻ കൺസിഡർ ചെയ്യുന്ന വേറെ ഏതെങ്കിലും ജോണറുമായിട്ട് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാൻ ഇപ്പം ഞാൻ കാലൻ്റെ തങ്കക്കുടം എന്ന് പറഞ്ഞൊരു സിനിമയാണ് അടുത്ത് ചെയ്യുന്നത്. തങ്കക്കുടം. അപ്പോൾ അത് വേറൊരു സബ്ജക്റ്റ് അതേ രീതിയിൽ എനിക്ക് വൺ പാര വന്നു. ഞാൻ പറഞ്ഞു ഹ്യൂമറാണ്. അപ്പോൾ അത് ഞാൻ അപ്പം തന്നെ റിപ്ലൈ ചെയ്യും, ഐ ആം ഡൂയിങ് ദിസ് ജോണർ സോ ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു മോർ ഡീറ്റെയിൽസ്. കാരണം പിന്നെ നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഇത് സിമിലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ അവർക്കതൊരു വിഷമാവും. അവരുടെ സ്ക്രിപ്റ്റ് എടുത്ത് ഉപയോഗിച്ചു എന്നുള്ള ഒരു ഫീലിംഗ്. അതുകൊണ്ട് ഒരുപാട് സ്ക്രിപ്റ്റ്സ് വരുമ്പോൾ നമ്മളത് കെയർഫുൾ ആവും. ആക്ച്വലി സാറിനോട് സംസാരിക്കുമ്പോൾ അല്ലേ സാർ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും ഫോർ ദ ന്യൂ കമേഴ്സ് അല്ലേ, യു ഗീവ് ദ സ്ട്രെങ്ത് ഫോർ ദം. അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം മിക്കവാറും അയ്യോ പറ്റത്തില്ല എനിക്ക് എടുക്കാൻ പറ്റില്ല നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഡിസ്കറേജ് ചെയ്യുന്നതിനെക്കാട്ടും ബട്ട് യു എൻകറേജ് എവ്രി വൺ ഹു കംസ്. ഞാൻ മാക്സ് ബിക്കോസ് അവർ നമ്മളെ കാണുന്ന ഒരു ഹോപ്പായിട്ടാണ്. അപ്പം അവർ നമ്മളെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്. അപ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കാം. നടന്നില്ലെങ്കിൽ ഇത് വേറൊന്നും കണ്ടല്ല, യോ കഥ ഇസ് ഗുഡ്, ബട്ട് എൻ്റെ സ്കീം ഓഫ് തിങ്സിൽ അല്ലെങ്കിൽ എൻ്റെ ഇതിലത് വർക്കാവുന്നില്ല. കാരണം ഞാനിപ്പോൾ ഈ ജോണർ അല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ കൊടുത്തിട്ട് വിട്ടാൽ അവരുടെ മനസ്സിൽ നമ്മളെന്നും ഓക്കെ നോ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഐ മീൻ ഞാനത് അതുകൊണ്ടുണ്ട് പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട്. അല്ല ഞാൻ കഴിവതും നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യാതെ അത് ഞാൻ എൻ്റെ സെറ്റിൽ ഞാനത് ബാലൻസ് ചെയ്യും. കാരണം എൻ്റെ ഈ ഏറ്റവും കൂടുതൽ അടിയുണ്ടാവാൻ സാധ്യത ഉള്ളത് ക്രിയേറ്റീവ് ടീമും ഡയറക്ഷൻ ടീമും പ്രൊഡക്ഷൻ ടീമും കൂടാണ്. അത് പറ്റത്തില്ല, ക്യാമറ അവിടെ ഇരിക്കുന്നത് എന്തിനാവശ്യമില്ലാതെ ഈ ക്യാമറ എടുത്തത്, എന്തിനാണ് ഈ ലൊക്കേഷൻ ഇത്രയും ദിവസം, അങ്ങനെ പല 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 പ്രശ്നം. അപ്പം ഞാനാണ് അതിൻ്റെ ബാലൻസിങ്. ബിക്കോസ് ഞാൻ ആക്ടറുമാണ്. അപ്പം ഇപ്പം ആടിനെടുക്കുകയാണെങ്കിൽ മിഥുനെല്ലാം വന്ന് എന്നോടേ പറയത്തുള്ളൂ. എൻ്റെ ബ്രദറാണ് പ്രൊഡക്ഷൻ അല്ല, അവൻ വന്ന് ഈ ചെവി തിന്നും, മിഥുൻ വന്ന് ഈ ചെവി തിന്നും. ഞാൻ രണ്ടുപേരെ ഇതുണ്ട്. നമ്മളൊരു ബാലൻസിങ് ആക്ടറാണ്. അടി ഉണ്ടാവാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ജോലി. ഇപ്പൊ ഫിലിമിൽ ഒത്തിരി മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഒരു OTT ഒക്കെ മാറിയ സ്ഥിതിക്ക് ഹൗ യു പിച്ച് ഫിലിം കൊമേഴ്ഷ്യൽ ആക്കാൻ വേണ്ടി? അല്ല ഇപ്പൊ പിച്ചിങ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഇപ്പൊ യു ഷോ ദ ഫിലിം ടു ദം. അത്രേ ഉള്ളൂ. ഒന്നുമില്ല. There is no pre-buying. Yeah, there is no pre-selling. അപ്പോൾ ഇപ്പം നേരത്തെ അത് അപ്പം സോ ഈസി ആയി കമ്പാരിറ്റീവ്ലി. ഈസി എന്നല്ല, ഇപ്പം റിസ്ക് കൂടിയിട്ടുണ്ട്. ഇപ്പം നൗ ഇറ്റ് ഹാസ് ടു വർക്ക് ഇൻ ദ ബോക്സ് ഓഫീസ്. അല്ലാത്ത സിനിമകൾ ത്രോ അവേ പ്രൈസ് ആഫ്റ്റർ ബൾക്ക് ബൈയിങ് അതിൻ്റെയൊക്കെ ഭാഗമായി പോകും. അതുകൊണ്ട് യു ഹാവ് ടു ഷോ ദ ഫിലിം ആൻഡ് എന്തെങ്കിലും റിസ്ക് എലമെൻറ്റ് ചാനലിൻ്റെ ഭാഗത്തുനിന്ന് തോന്നിയാൽ അവർ ബോക്സ് ഓഫീസിൽ ഇറങ്ങട്ടെ എന്ന് പറയും. അങ്ങനെയാണ്. ഇപ്പം ദർ ഇസ് നോ പ്രീ സെയിൽസ് ഹാപ്പനിങ് അൺലെസ് ഐ മീൻ ഇപ്പം ഇപ്പം അതുമില്ല. ഞാൻ പറയണേ എനിക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു സ്ലേറ്റ് ഡീൽസ് എന്ന് പറയും. സ്ലേറ്റ് ഡീൽസ് എന്ന് പറയുന്നത് നമ്മൾ 1, 2, 3 ഹിറ്റുകൾ കൊടുത്തു കഴിയുമ്പോൾ ആ പ്രൊഡക്ഷൻ ഹൗസിനെ വിശ്വസിക്കുകയും നിങ്ങൾ ചെയ്യുന്ന അടുത്ത 5 പടങ്ങളും ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡീലിലേക്ക് സ്ലേറ്റ് ഡീൽ വരും. ഇപ്പം അതുമില്ല. ഇപ്പം അതുമില്ല.